നാരായണ നാരായണ. ശ്രീ പാർത്ഥസാരഥേ ശരണം. ശ്രീമദ് ഭഗവത്ഗീത രണ്ടാമത്തെ അധ്യായം പാരായണം ചെയ്യണു. സാഖ്യയോഗം. ശ്ലോകവും അന്വയം അർത്ഥം. ഇതിൽ 72 ശ്ലോകങ്ങളാണ് ഉള്ളത്. വാച്യാർത്ഥത്തെ മാത്രം പറയണു. നമുക്ക് കേൾക്കാം. ഓം ശ്രീ പരമാത്മനേ നമ. ഇത് രണ്ടാമത്തെ ഭാഗമാണ് ഗീത, രണ്ടാമത്തെ അധ്യായം. ശ്രീമദ് ഭഗവത്ഗീത രണ്ടാം അധ്യായം സാഖ്യയോഗം. ഓം. സഞ്ജയ ഉവാച തം തഥാ കൃപയാ ആവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദന. കൃപയാ, വളരെ സ്നേഹത്തോടു കൂടിയിട്ട്, കാരുണ്യത്തോടു കൂടിയിട്ട്, ആവിഷ്ടം, ആവേശിക്കപ്പെട്ടവനായിട്ടുള്ള, അശ്രുപൂർണ ആകുലേക്ഷണം, കണ്ണ് നിറഞ്ഞിരിക്കണു, കണ്ണുനീര്, ദുഃഖം കൊണ്ട്. മാത്രമല്ല അത് എല്ലാവർക്കും ഇതേപോലെ ഞാനായിട്ട് എന്തിനു ദുഃഖം കൊടുക്കണു എന്നുള്ള അന്യരുടെ ദുഃഖം കണ്ടിട്ടാണ് സ്വയം ദുഃഖിക്കുന്നത്. അർജുനന് പ്രത്യേകിച്ചൊരു ദുഃഖമില്ല. ദുഃഖം എന്താണ്? മറ്റുള്ളവർ ദുഃഖിക്കുമല്ലോ. ഈ യോദ്ധാക്കളെ മുഴുവൻ വധിച്ചു കഴിഞ്ഞാൽ അവരുടെ ആശ്രിതർ ദുഃഖിക്കുമല്ലോ. ഇതാണ് അർജുനന് ദുഃഖമായത്. സഞ്ജയൻ പറയുകയാണ് ധൃതരാഷ്ട്രരോട്, തഥാ വിഷീദന്തം, അങ്ങനെ ദുഃഖിക്കുന്നവനുമായിട്ടുള്ള തം, ആ അർജുനനോട്, മധുസൂദന, ഭഗവാൻ ശ്രീകൃഷ്ണൻ, മധുസൂദനൻ, മധുവിനെ കൊന്നവൻ, കൈടഭാരി, കൈടഭനെ കൊന്നവൻ. ഭഗവാൻ വിഷ്ണുവായിട്ട് മധു കൈടഭന്മാരെ വധിക്കുന്ന രംഗം ദേവീ മഹാത്മ്യത്തിൽ ആദ്യം പറയുന്നുണ്ട്. മധു എന്നത് മതം ആണ്, കൈടഭൻ എന്നുള്ളത് ചതി ആണ്. ഇപ്പോൾ അവിടെ മതത്തെ ഇല്ലാണ്ടാക്കുന്നവൻ, ചതിയെ നിഷേധിക്കുന്നവൻ, ചതിബുദ്ധി ഇല്ലാണ്ടാക്കുക. കലികാലത്തിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവമാണ് അസൂയ, ചതി, വഞ്ചന, മതം. ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് കുറേയുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് അസൂയ എന്നുള്ളത്. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരാൾ ചെയ്ത് കാണുമ്പോൾ, അതും നിസ്സാരരായിട്ടുള്ള ആരെങ്കിലും കുറച്ചധികം ചെയ്ത് കാണുമ്പോൾ കൂടുതൽ അസൂയ. എല്ലാ സിനിമകളിലും സീരിയലുകളിലും ഒക്കെ ഇതിനെയാണ് പ്രമേയമാക്കുക. അത് ചിലപ്പോൾ രണ്ടാനമ്മയാവാം, അല്ലെങ്കിൽ നാത്തൂൻ പോരാവാം, അതല്ല വെച്ചാൽ സ്ത്രീധന പ്രശ്നം ആ രീതിയിലാവാം. അങ്ങനെ പലതരത്തിലാണ്. ഒക്കെ പ്രമേയത്തിൻ്റെ കാതൽ ഈ അസൂയ, അല്പൻ എന്നുള്ളൊരവസ്ഥയുണ്ട്. കുറച്ചുണ്ടാവും, അപ്പോൾ ഞാൻ വലിയ ആളാണ് എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ. കലികാലത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇതാവും. ഇത് മറ്റുള്ളവരെ എത്ര ദോഷമായിട്ടാണ് ബാധിക്കുന്നത്. അവനവനെയും ചീത്തയാക്കും, മറ്റുള്ളവർക്കും വിഷമാക്കും. ചതി, വഞ്ചന, പിന്നെ തോന്നിയത് ചെയ്യാണ് ഏറ്റവും ചീത്ത കാര്യങ്ങളിലേക്ക് എത്തുക. അവസാനം ദുർബലതയിലെത്തും. നല്ല മയക്കുമരുന്നോ അല്ലെങ്കിൽ കള്ളുകുടിക്കുക, എന്താ വെച്ചാൽ ചെയ്യും. ഇങ്ങനെ ഈ ചീത്തകളെ മറികടക്കാനുള്ള ഉപായമായിട്ട് ഭഗവത് ഉപാസനയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഉപാസന ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ക്രമേണയായിട്ട് വേണ്ട എന്ന് തോന്നും എന്നതാണ്. അത്ര പ്രാധാന്യമുണ്ട് ഈ പുരാണങ്ങൾക്ക്. ആ പുരാണങ്ങളെ സംസ്കൃതം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. സംസ്കൃതം പഠിച്ചിട്ടാണ് വായിക്കുന്നതെങ്കിൽ ശരിയാ. വെറുതെ സംസ്കൃതം വായിച്ചിട്ടൊരു കാര്യമില്ല. എത്രയോ സദസ്സുകളിൽ ചെന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ സംസ്കൃതർക്ക് അറിയില്ല. ഞാൻ സംസ്കൃതം വായിച്ചിട്ടില്ല വെച്ചാൽ വല്ലാത്തൊരു എന്തോ പോലെയായിട്ടൊരു കാര്യമില്ല. ഒന്നും മനസ്സിലാവില്ലേ. സംസ്കൃതം പഠിച്ചവരൊക്കെ അത് മനസ്സിലാവും. അവർ നല്ലോണം അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യും. നേരെ മറിച്ച് അത് അറിയാത്തവർ മലയാളം പഠിക്കുക, വായിക്കുക. അതല്ലെങ്കിൽ അറിയാവുന്ന ഭാഷയിൽ ഇംഗ്ലീഷ് ആച്ചാതെ, ഹിന്ദി ആച്ചാതെ, അത്രയേ ഉള്ളൂ. ഭാഗവതത്തെ മനസ്സിലാക്കുക, ഗീതയെ മനസ്സിലാക്കുക, രാമായണത്തെ മനസ്സിലാക്കുക. അതിനാണ് ശ്രമിക്കേണ്ടത്. അല്ലാണ്ട് ഞാൻ കേമൻ
എല്ലാവരും വക്താക്കളാണ്. അപ്പോൾ എല്ലാവരും നാരായണീയം വായിക്കും, സംസ്കൃതം ഭാഗവതം വായിക്കും. ഞാൻ കേമത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ്, വെറുതെ ഒന്നും അറിയില്ല. എന്തിനാ അങ്ങനെ വായിച്ചിട്ട് കാര്യം? ഫലമില്ല. വായിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, വായിക്കാറുണ്ട്. തുടക്കത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് വായിക്കേണ്ടത്. പക്ഷേ അത് അവനവന് വേണ്ടിയിട്ടാവണം വായന, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാവണ്ട. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വായിക്കലാണ് ഈ അബദ്ധം. അവനവൻ്റെ വീട്ടിലിരുന്നിട്ട് മറ്റൊരാളെയും അറിയിക്കാതെ കണ്ട് പഠിക്കുവാൻ വേണ്ടിയിട്ട് ധാരാളം വായിക്കണം. അപ്പോൾ അത് ശരിയാണ്. മറ്റത് മറ്റവനെ ബുദ്ധിമുട്ടിക്കുക. ഇതിലെന്താണാവോ ഉള്ളത് വിചാരിച്ചിട്ടേ. പണ്ട് വേദം ചൊല്ലുന്നത് ഇപ്പോൾ കുറച്ചുകൂടി വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ലോണം ചൊല്ലുകയൊക്കെ ചെയ്യും, അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. പണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കില്ല, ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗുരുക്കന്മാരും അർത്ഥം പറഞ്ഞു കൊടുത്തുകൊണ്ട്, പ്രയോഗത്തെ പറഞ്ഞു കൊടുത്തുകൊണ്ട്, ആദ്യം അങ്ങനെ ആയിരുന്നു, പിന്നെ ഇടയ്ക്ക് വെച്ച് അതില്ലാണ്ടായി. ഇപ്പോൾ വീണ്ടും അത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. വേദഭാഷേനെ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വേദഭാഷ പഠിച്ചിട്ടൊന്നല്ല, എന്നാലും ശരി അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഉണ്ടായതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ വേദപാഠത്തിന് പ്രയോഗത്തിൽ വളരെയധികം ഫലവും കിട്ടും. അത് ശരിക്കും മനസ്സിലാക്കുന്ന കുട്ടികൾ അതേപോലെ തന്നെ നന്നായിട്ട് അതിനെ പ്രയോഗിക്കുകയും ചെയ്യും. അതാവണം ലക്ഷ്യം. നാരായണീയായാലും ഗീതയായാലും ഭാഗവതമായാലും അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് പഠിക്കുക, എന്നിട്ട് അത് വായിക്കുക. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അതിൻ്റെ ഗുണം കിട്ടും. ഈ പുല്ലുട്ടിയിലെ നായ എന്ന് പറയാറുണ്ട് നമ്മൾ. അതെങ്ങനെയാ വെച്ചാൽ, പശുവിനിട്ട് പുല്ല് തിന്നാൻ സമ്മതിക്കില്ല, നായ്ക്കിട്ട് പുല്ല് വേണ്ടി. അപ്പോൾ സമൂഹത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് പരോപകാരം എന്നുള്ള രീതിയിലാവണം. അവിടെ ഒരു ച്യുതി സംഭവിക്കാതിരിക്കാൻ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. ഇവിടെ ഈ മധുസൂദനായിട്ടുള്ള ഈ ഭഗവാൻ ഇങ്ങനെയാണ് അർജുനനെ ഉപദേശിച്ചത് എന്ന് ധൃതരാഷ്ട്രരോട് സഞ്ജയൻ പറയാം. ആരാ സഞ്ജയൻ? ധൃതരാഷ്ട്രരുടെ നിഴൽ പോലെ എപ്പോഴും സഹായിയായിട്ട് നിൽക്കുന്നയാളാണ്. ധൃതരാഷ്ട്രരോ വളരെ മോശക്കാരനാണ്. ഇനി എല്ലാ അർത്ഥത്തിലും മോശക്കാരനാണ്. പക്ഷേ രാജാവാണ്, അധികാരമുണ്ട്. അപ്പോൾ സഞ്ജയനെ പോലെ ആവണം, ധൃതരാഷ്ട്രരെ പോലെ ആവുകരുത്. അതാണ്. അപ്പോൾ ഈ അർജുനൻ ഇപ്രകാരത്തിൽ സന്ദിഗ്ധ ഘട്ടത്തിൽ ഇനി എന്ത് ചെയ്യേണ്ടു എന്ന് ഇത് കർത്തവ്യതാമൂഢനായിട്ട് നിൽക്കുന്നു. അപ്പോഴും അർജുനൻ്റെ വീര്യത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ദോഷമില്ല, കോട്ടം സംഭവിച്ചിട്ടില്ല, ന്യൂനം സംഭവിച്ചിട്ടില്ല. പക്ഷേ അന്യരുടെ ദുഃഖം ആ അർജുനനെ ബാധിച്ചു. അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യണില്ല, മറ്റുള്ളവരെ വധിക്കാൻ എനിക്ക് താല്പര്യമില്ല, അവരുടെ ആശ്രിതർ വിഷമിക്കും, അതുകൊണ്ടാണ്. ഇതം വാക്യം ഉവാച. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മധുസൂദനഃ ഇതം വാക്യം ഉവാച. അർജുനൻ്റെ ഈ അഭിപ്രായം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ ഇപ്രകാരത്തിൽ പറഞ്ഞു. എന്താ അത്? അവിടെ മധുസൂദന എന്ന് പ്രത്യേകം ചേർത്തെടുക്കുക. കാരണം അർജുനന് ഞാൻ എന്നുള്ളൊരു ചെറിയൊരു ഭാവമുണ്ട്. എന്താ കാരണം? ഗാന്ധീവുണ്ട്, പാശുപതാസ്ത്രം കിട്ടിയതിൻ്റെ ശിവൻ്റെന്ന്, കൃഷ്ണൻ തുണയ്ക്കുണ്ട്, യുധിഷ്ഠിരൻ്റെ അധികാരമുണ്ട്, ഗുരു ദ്രോണരുടെ ആ വിദ്യ മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ട്, പിതാമഹൻ ഭീഷ്മരുടെ വാത്സല്യമുണ്ട്, കൃപരുടെ അനുഗ്രഹമുണ്ട്, കുന്തിയുടെ അനുഗ്രഹമുണ്ട്. അതൊക്കെ വലിയ വലിയ വിചാരിക്കണ കൂട്ടത്തിലല്ല, അതൊക്കെ വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. അപ്പോൾ അവകാശപ്പെടാൻ ധാരാളമുണ്ട്. രോഗം വന്നാൽ ചികിത്സിക്കാൻ 2 അനിയന്മാരുണ്ട്. നകുല സഹദേവന്മാർ അശ്വിനി കുമാരന്മാരാ. മൃതസഞ്ജീവിനി അവരുടെ സ്വന്തം കയ്യിലുണ്ട്. അത്ര അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അർജുനന് പേടിക്കേണ്ട യാതൊരു വിഷയവുമില്ല. അർജുനന് യുദ്ധം ചെയ്യാനൊരു മടിയില്ല. അപ്പോൾ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുതെന്ന് സാരം. ആണും പെണ്ണും കെട്ട ഭാവമല്ല, ഈ ദുഃഖമാണ് കാരണം. അപ്പം അതിൻ്റെ അത് തന്നെ എടുക്കണം. അന്യരുടെ ദുഃഖം കാണാൻ വയ്യ എന്നുള്ളൊരവസ്ഥയാണ് അർജുനന് ഉണ്ടായത്, അല്ലാണ്ട് ആണും പെണ്ണും കെട്ട ഒരവസ്ഥയല്ല ഉണ്ടായത്.
കൃഷ്ണൻ അതിനെ അങ്ങനെ പറഞ്ഞത് നമ്മളെ ഉദ്ദേശിച്ചിട്ടാണ്, അല്ലാണ്ട് അർജുനനെ ഉദ്ദേശിച്ചിട്ടല്ല. അർജുനൻ അങ്ങനൊരു ക്ലീബഭാവമില്ല, നമ്മളറിയണം അത്. ശ്രീ ഭഗവാനുവാച കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരമർജുന. വാച്യാർത്ഥം കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്, അല്ലയോ അർജുന? വിഷമേ, സമമല്ലാത്തതായിട്ടുള്ള ഈ അവസ്ഥയിൽ അർജുന, അനാര്യജുഷ്ടം, ആര്യന്മാർ, ശ്രേഷ്ഠന്മാർ, സജ്ജനങ്ങൾ, അവർ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അസ്വർഗ്യം, സ്വർഗപ്രാപ്തിക്ക് തടസ്സമായത് അവർ ചെയ്യില്ല. അകീർത്തികരം, യശസ്സിനെ കളങ്കപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും സജ്ജനങ്ങൾ ചെയ്യില്ല. ഇതം കശ്മലം കുതഹ ത്വ സമുപസ്ഥിതം. ഈ കലികൽമഷം അല്ലെങ്കിൽ ഈ മൂഢബുദ്ധി അത് എങ്ങനെ വന്നു? ഇപ്പോഴിങ്ങനെ തോന്നാൻ പാടില്ല. ഒരു പ്രവൃത്തി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യുക തന്നെ വേണം. അതിൽ തടസ്സങ്ങൾ എന്താ വെച്ചാൽ അതിനെ മുറിച്ച് മാറ്റുക തന്നെ വേണം. നമ്മൾ വെള്ളക്കെട്ട് ഒന്നിച്ച് വരുവെള്ളം വന്നിട്ട് ആകെ നിറഞ്ഞു വെച്ചാൽ ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ചാലെടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു മരത്തിൻ്റെ വേര് വന്നു വെച്ചാൽ ചാല അത് കൂടെ തന്നെ പറ്റുള്ളൂ. ആ മരത്തിൻ്റെ വേര് വന്നു വെച്ചാൽ ആ മരത്തിൻ്റെ വേര് വെട്ടണം. കുറച്ച് വലിയൊരു പാറ വന്നു വെച്ചാൽ ആ പാറ പുഴക്കിയിട്ട് മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ ആ പാറ പൊട്ടിക്കണം. അത് പാറ കണ്ടു പിൻവാങ്ങണ്ട, അവിടെ ഒരു നീർക്കോലിയെ കണ്ടു അവിടുന്ന് ഓടിപ്പോരണ്ട. ആ മരം ഉണങ്ങൂലോ വിചാരിച്ചിട്ട് പരിഭ്രമിച്ചിട്ട് കാര്യമില്ല. അതിനേക്കാൾ പ്രാധാന്യമുണ്ട്, അവിടെ ഒരു മരേ പോളൂ, പക്ഷെ ആ വെള്ളക്കെട്ട് എല്ലാറ്റിനെയും ബാധിക്കും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു കശ്മലത്വം ഇവിടെ വരാൻ പാടില്ല. ഇത് എവിടുന്നാണ് വന്നത്? ഇനി അടുത്ത ശ്ലോകത്തിൽ അതുതന്നെയാണ് പറയണം. ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ നൈതത്വൈ ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തവ. അല്ലയോ പാർത്ഥ, ഭൂമി എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ദേഹമോഹം വന്നുവോ എന്നാണ് ചോദ്യം. അതാണ് പാർത്ഥ എന്ന് വിളിച്ചതിൻ്റെ സാരം. കാരണം പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ദേഹമാണ് എന്നൊരു ബോധം ഉണ്ടാവാം. അതുകൊണ്ടാണോ ക്ലൈബ്യം, ഈ ആണും പെണ്ണും കെട്ട ഭാവം? എന്നുവെച്ചാൽ പൗരുഷമില്ലായ്മയല്ല, ഉള്ളതിനെ താൽക്കാലികമായിട്ട് എടുക്കായികയാണ്. മാ സ്മ ഗമ, അരുത്, ഇങ്ങനെ ഒരിക്കലും പാടില്ല, അതിലേക്ക് നീ എത്തരുത്. ഇങ്ങനെ ഒരു നിശ്ചയദാർഢ്യമില്ലാത്ത രീതിയിൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ നടപ്പാക്കണം എന്നുള്ള ആ ഒരു ബോധമില്ലാത്ത രീതിയിൽ എത്തരുത്. ഏതത് ത്വയി ന ഉപപദ്യതേ, ഇത് നിനക്ക് ഒരിക്കലും യോജിച്ചതല്ല. പരന്തവ, അല്ലയോ ശത്രുക്കളെ തപിപ്പിക്കുന്ന ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. അതായത് എത്ര വലിയ ശത്രുവായാലും അർജുനൻ ഒറ്റയ്ക്ക് നേരിടാൻ പ്രാപ്തനാണ്. അങ്ങനത്തെ ഒരാൾക്ക് ഈ ഏറ്റവും നിസ്സാരമായിട്ടുള്ള ഹൃദയ ദൗർബല്യം, ഇങ്ങനൊരു മനോവികാരം വരാൻ എന്താ കാരണം? അതുകൊണ്ട് അത് ത്യക്വ ഉത്തിഷ്ഠ, അത് ഉപേക്ഷിക്കൂ. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ അന്യരുടെ, ശത്രുക്കളുടെ ആശ്രിതർക്ക് ദുഃഖം വരുമോ എന്ന് ചിന്തിക്കേണ്ട ഒരാവശ്യം ഇപ്പോഴില്ല. അതിനെ ഉപേക്ഷിച്ചോളൂ. ഇതൊരു ദൗർബല്യമാണ്, ദുർബലതയാണ്. അതുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചോളൂ. അർജുന ഉവാച കഥം ഭീഷ്മം അഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. അല്ലയോ മധുസൂദന, അപ്പോൾ എൻ്റെ അഹങ്കാരമാണ് ഇതിന് കാരണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും ശരി, എൻ്റെ അഹങ്കാരം തീർക്കണേ. അരിസൂദന, ശത്രുക്കളെ നശിപ്പിക്കുന്ന ഭഗവാനെ. പൂജാർഹവും, ഈ പൂജ്യന്മാരായിട്ടുള്ള ഭീഷ്മം, ദ്രോണം, ഭീഷ്മര് ദ്രോണരെ തൊട്ടുള്ള, പിതാമഹനും ഗുരു തൊട്ടുള്ള ഓരോരുത്തരും. സംഖ്യേ, ഈ യുദ്ധത്തിൽ അഹം കഥം ഇഷുഭി പ്രതിയോത്സ്യാമി, ഞാൻ എങ്ങനെയാ ഈ യുദ്ധത്തിൽ ഈ ശരങ്ങളെ കൊണ്ട് പ്രതിയോത്സ്യാമി, എതിർത്ത് യുദ്ധം ചെയ്യുക? ദ്രോണരെയോ പിതാമഹനെയോ ഞാൻ എതിർക്കാൻ പാടുമോ? ഇപ്പോൾ ശത്രുപക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ
കൊല്ലാനാണ് വരുന്നതെങ്കിൽ, ആയുധമെടുത്തിട്ടുണ്ടെങ്കിൽ, യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുമ്പിൽ നിൽക്കുന്നത് അച്ഛനായാലും എന്ന് സാരം. അതാണ് നോക്കണ്ട എന്ന നിയമമുണ്ട്. അച്ഛൻ, മുത്തശ്ശൻ, ഗുരു ഒക്കെ എതിർക്കാൻ പാടില്ലാത്ത ആളുകളാണ്. അപ്പോൾ അവിടെയാണ് ഇവിടെ കൊല്ലാനാ വേണ്ടതേ. അത് ശരിയല്ലല്ലോ. നിയമം അതല്ലേ. ഭഗവാനെ എൻ്റെ ഒരു എന്ത് ചെയ്യണം? സർട്ടിഫൈ ചെയ്ത് തരണം. കുഴപ്പമില്ല എന്നുള്ളത് സർട്ടിഫൈ ചെയ്ത് തരണം. അതാണ് അർജുനൻ്റെ ആവശ്യം. അത് ഭഗവാന് മനസ്സിലായി. ലോകരെ ബോധ്യപ്പെടുത്തണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അത്രയേ ഉള്ളൂ. ഗുരൂനഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യം അപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രതിഗ്ധാൻ. മഹാനുഭാവന്മാരാണ് ഇവരൊക്കെ. എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവർ, ഗുരുക്കന്മാർ. അഹത്വ, അവരെ കൊല്ലാതെ കണ്ട് ഇഹലോകെ, ഈ ലോകത്തിൽ ഭൈക്ഷ്യം ഭോക്തും അഭി, ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ലേശം കഷ്ടപ്പെട്ട് ഭിക്ഷയൊക്കെ യാചിച്ച് എന്നാലും ഞാൻ ഊണ് കഴിച്ച് നിന്നോളാം. ഈ ശരീരത്തെ പോഷിപ്പിക്കല്ലേ വേണ്ടൂ, അത് ഞാൻ ചെയ്തോളാം. ശ്രേയഹി, അതാണ് ശ്രേയസ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കൃഷ്ണ. അർജുനൻ പറയാം. അർത്ഥകാമാൻതു, ഈ ധനത്തിലും അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങളും അത് ഗുരുൻ ഹത്വ ഇഹ ഏവ രുധിരപ്രതിഗ്ധാൻ ഭോഗാൻ ഭുഞ്ജീയ. ഗുരുവിൻ ഹത്വ, ഇങ്ങനെ അർത്ഥകാമങ്ങളെ നേടുന്നത് ഗുരുവിനെ കൊന്നിട്ടാണെങ്കിൽ അത് ശരിയല്ല. ഇഹ ഏവ, ഈ ലോകത്ത് തന്നെ രുധിരപ്രതിഗ്ധാൻ, അവരുടെ ചോര പുരണ്ടതായിട്ടുള്ള ഈ ഭോഗങ്ങളെ ഭുഞ്ജീയ. ഒരു പക്ഷേ അവരെ കൊന്നു കഴിഞ്ഞാൽ അതൊക്കെ കിട്ടുമായിരിക്കും. ഇപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവ് ആയുധം എടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിനോട് യുദ്ധം ചെയ്യാൻ നിർത്തിയില്ല. അദ്ദേഹത്തിനെ വേണമെങ്കിൽ കൊല്ലാം, ആയുധം എടുത്തു കഴിഞ്ഞാൽ. ദുര്യോധനെ ഇപ്പോൾ കൊല്ലും. അപ്പോൾ അതുകൊണ്ട് എന്താ കിട്ടുക? രാജ്യം കിട്ടും. രാജ്യം കിട്ടിയാലോ? ഈ പാപമാണോ വലുത്, ഈ രാജ്യഭോഗമാണോ വലുത്? രാജ്യം ചെറിയതാണ്, പാപം വലുതാണ്. ഇവിടെയും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അവിടെ പോയാൽ നരകം അനുഭവിക്കും വേണം, മരിച്ചു പോയാൽ. അപ്പോൾ അത് രണ്ടും എനിക്ക് വേണ്ട. ന ചെയ്തദ്വിദ്മ കതരന്നോ ഗരീയോ യദുവാ ജയേമ യദിവാ നോ ജയേയു യാനേവ ഹത്വാ ന ജിജീവിഷാമഹ തേ അവസ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്രാഹ. യദുവാ ജയേമഹ, ഞങ്ങൾ ഒരു പക്ഷേ അവരെ ജയിക്കുമായിരിക്കാം. യദിവാ ന ജയേയു, അല്ലെങ്കിൽ അവർ ഞങ്ങളെ തോൽപ്പിക്കുമായിരിക്കാം. അതല്ലെങ്കിൽ ഞങ്ങളെ അവർക്ക് ജയിക്കാൻ സാധിക്കുമായിരിക്കാം. കതരത്, ഈ രണ്ടിൽ വെച്ചിട്ട് നഹ ഗരീയഹ, ഇതിൽ ഞങ്ങൾക്ക് ഏതാണ് അധികം ശ്രേയസ്? എന്നുവെച്ചാൽ ഏതത് വിദ്മഹ, അത് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. അവിടെ ഞങ്ങൾക്ക് എന്നാണ് പറഞ്ഞത്, അതായത് പാണ്ഡവർക്ക് എന്ന് സാരം, അർജുനനെന്ന് മാത്രമല്ല. യാൻ ഏവ ഹത്വ, ഇവരെയൊക്കെ കൊന്നതിന് ശേഷം, ആരെ? ഭീഷ്മരെ, ദ്രോണരെ, ഗുരുക്കന്മാരൊക്കെ കൊന്നതിന് ശേഷം, കാരണന്മാരെ കൊന്നതിന് ശേഷം, ന ജിജീവിഷാമഹ, ഞങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് യുധിഷ്ഠിരനും ഉണ്ടാവില്ല, ഭീമനും ഉണ്ടാവില്ല, എനിക്കുമില്ല, നകുല സഹോദരന്മാർക്കും കുന്തിക്കുമില്ല. തേ ധാർത്തരാഷ്ട്രാഹ, ഈ ധാർത്തരാഷ്ട്രന്മാരാകട്ടെ, ദുര്യോധനാദികളാവട്ടെ, അവരുടെ സഹായികൾ, ബന്ധുക്കളൊക്കെ പ്രമുഖേ അവസ്ഥിതാഹ, പ്രമുഖേ, നമുക്ക് എതിരായിട്ട് നേരിട്ട് മുന്നിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയും ചെയ്യണം. എന്തിനാ അങ്ങനെ നിൽക്കണത്? അറിയില്ല. കൊന്നു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് എന്താ? രാജ്യമാണ്. അത് സ്വതേ നഷ്ട. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ യത് ശ്രേയ സ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. കാർപ്പണ്യദോഷ അപഹത സ്വഭാവ, കൃപണതയാകുന്ന ദോഷത്താൽ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു വെച്ചാൽ, രാജ്യഭോഗം വേണം, ധനം വേണം, അധികാരം വേണം എന്നൊക്കെ തോന്നാനുള്ള കാരണം എന്താ? ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. മനസ്സിനെ
കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇങ്ങനെ 6 ഇന്ദ്രിയങ്ങൾ കള്ളന്മാരാന്നാണ് പറയാറ്. ആ ഇന്ദ്രിയ ജയം നേടാത്തവരൊക്കെ കൃപണന്മാരാണ്. കിട്ടിയത് പോരാ, ലോഭികളാണ്, ദേഹമോഹികളാണ്. അപ്പോൾ അത് അപഹത സ്വഭാവന്മാരാണ്. സ്വർഗം തൊട്ടുള്ള പുണ്യലോകങ്ങളൊന്നും പ്രാപിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഈ ഇന്ദ്രിയത്തിന് അടിമപ്പെട്ടവർക്കൊക്കെ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും. മരിച്ചു പോകുന്നതിന് മുന്നേ ദുഃഖം വരും, മരിച്ചതിന് ശേഷം നരകവും വരും. ധർമ്മസമ്മൂഢചേതാഹ, ധർമ്മം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഒരു മൗഢ്യം ബാധിച്ച രീതിയിൽ ബുദ്ധി കെട്ടവരായിക്കൊണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇഹ പര നഷ്ടവും, ഉഭയഭ്രഷ്ടന്മാരായിട്ട് മാറും. ധർമ്മസമ്മൂഢചേതാഹ, നല്ലോണം അറിയണം, ബുദ്ധിയെ വിശകലനം ചെയ്തുകൊണ്ട് ധർമ്മം നടപ്പാക്കാൻ വേണ്ടിയിട്ട് കഴിയണം. അതല്ലെങ്കിൽ ഇത് ബുദ്ധി കെട്ടവൻ എന്ന ഭാവത്തിലാണ് വരിക. ഏത് ശ്രേയഹാസ്യാൽ, അങ്ങനെ ഏതെങ്കിലും ഒന്ന് ശ്രേയസ്കരമായിട്ടുള്ളത് എന്ന് വിചാരിക്കാൻ പറ്റുമോ? അത് ശ്രേയസ്സല്ല. ത്വാം പൃച്ഛാമി, ഞാൻ ഈ കാര്യത്തെ അങ്ങയോട് ചോദിക്കണം. തത് മേ, അതിനെ എനിക്ക് നിശ്ചിതം ബ്രൂഹി, അത് വേണ്ടതെന്താണോ അത് എനിക്ക് പറഞ്ഞു തരൂ. അഹം തേ ശിഷ്യ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. ത്വാം പ്രപന്നം മാം ശാധി, എന്നെ നല്ലവണ്ണം ശാസിക്കൂ. നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ന്യായ അന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നെ ഒരു ശിഷ്യൻ എന്ന നിലയ്ക്ക് ശാസിച്ച് നേരെയാക്കൂ. ഇന്നത്തെ ലോകത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ശ്രോതാവല്ലാത്തൊരവസ്ഥ. ഇഷ്ടവാക്കുകളെ അല്ലാതെ കണ്ട് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ, ഉറക്കെ പറയാൻ പാടില്ല. അതേപോലെ കാര്യങ്ങളെ പറയുമ്പോൾ ചിലപ്പോൾ കുറേശ്ശെ ഒച്ച പൊങ്ങാം, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ന്യായത്തെ നന്നായിട്ട് തന്നെ വിശദീകരിക്കാം. അപ്പോൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് കൂട്ടിച്ചേർക്കാം, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് നിഷേധിക്കാം. അനിഷ്ടമായിട്ടുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ പറയേണ്ടി വരാം. നീ ചെയ്തത് ശരിയായില്ല. ചിലപ്പോൾ ചുണ്ടിയെടുത്തിട്ടാവാം, ചിലപ്പോൾ നല്ല വാക്കായിട്ടാവാം. ഏതായാലും നിഷേധം എന്നത് ഇന്നത്തെ സമൂഹം ഒട്ടും സ്വീകരിക്കുന്നില്ല. കുട്ടികൾ തീരെയില്ല. അതുകൊണ്ടാണ് ഈ പുരാണം പഠിക്കാത്തത്. നിയമം മൂലം പുരാണം പഠിക്കാൻ പാടില്ല എന്ന് ഗവൺമെൻറ്. എന്നാൽ എല്ലാവരും വീട്ടിലിരുന്നിട്ട് പഠിച്ചാൽ മതി. അതിന് എല്ലാ സംവിധാനങ്ങളും ഒന്നുണ്ട്. എത്രയോ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് വ്യാഖ്യാനങ്ങൾ വരണം. അതേപോലെ തന്നെ ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനങ്ങൾ ചെയ്തുകൊണ്ട് ധാരാളമായിട്ട് മാർക്കറ്റിൽ കിട്ടണം. അപ്പോൾ അതിനെ പഠിച്ചാൽ മതി. അപ്പോൾ ഈ ചീത്ത കേൾക്കാനുള്ള ആ ഒരു താല്പര്യം ഉണ്ടാവും. അച്ഛനമ്മമാർക്ക് ചീത്ത പറയാൻ പാടില്ല, മാഷന്മാർക്ക് ചീത്ത പറയാൻ പാടില്ല. ദേഹോപദ്രവം വേണ്ട, പക്ഷേ ചീത്ത പറയുകയൊക്കെ ചെയ്യാം. കാരണം അതിൽ എന്തുകൊണ്ട് ചീത്ത പറയണോ എന്ന് ചിന്തിക്കാറാവുക വേണ്ടത്. പറഞ്ഞത് അപ്പം കൂടെ അനുസരിക്കുകയാണെങ്കിൽ അപ്പോൾ ചീത്ത പറയില്ല. ആ ഒരു ധാരണയാണ് ഇല്ലാത്തത്. അനുസരണശീലം, ശ്രോതൃഭാവം, ഇത് രണ്ടുമില്ല. കുട്ടികൾക്കുമില്ല, വലിയവർക്കുമില്ല. അത് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ അധികാരസ്ഥാനത്തിരിക്കുകയാണ് വെച്ചാൽ കുടുംബത്തിൻ്റെ നാഥനാവുക, നാട്ടിലൊരു പ്രമാണിയാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരസ്ഥാനത്തിരിക്കുക. അപ്പോൾ കുട്ടികൾക്ക് മാഷന്മാർ, ആ മാഷന്മാരോട് എന്തെങ്കിലും പറയാൻ നിർത്തിയില്ല. അപ്പം മാഷന്മാർക്ക് കുട്ടികളോട് പറയാൻ നിർത്തിയില്ല. ഇങ്ങനെ ഒരവസ്ഥയാണ്. മാഷന്മാർക്ക് രക്ഷിതാക്കളോട് പറയാൻ നിർത്തിയില്ല. എന്താ കാരണം? ഈ
തിതിക്ഷാഭാവമില്ല, സഹിക്കാനുള്ള കഴിവില്ല, ശ്രോതാവല്ല, എല്ലാവരും വക്താക്കളാണ്. അപ്പോൾ കാർപ്പണ്യദോഷം വരും. ഈ ഇന്ദ്രിയജയം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ കാർപ്പണ്യദോഷം വരണത്. സ്മരണ ഇല്ല, ഭഗവാനെ സ്മരണ ഇല്ല, എല്ലാവരിലും ഭഗവാനെ കാണാനുള്ള കഴിവില്ല. കാർപ്പണ്യദോഷ അപഹത സ്വഭാവ പൃച്ഛാമി ത്വാം. ഈ ചോദ്യം ചോദിക്കുക, വിനീതനായിക്കൊണ്ട് ചോദ്യം ചോദിക്കുക, അതില്ല. ചോദ്യം ചെയ്യലേ ഉള്ളൂ, അവകാശബോധത്തെ പറയലേ ഉള്ളൂ. നീ ചെയ്തത് തെറ്റ്, ഞാൻ ചെയ്തത് ശരി, ഇത്രയേ ഉള്ളൂ. ഇവിടെ അർജുനൻ അങ്ങനെയല്ല. ഇത് യാചന പോലെയാണ് ചോദിക്കുന്നത്. എൻ്റെ കയ്യിൽ തെറ്റെന്ത്, അത് പറഞ്ഞു തരണേ. പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യത് ശ്രേയഃ സ്യാത് നിശ്ചിതം ബ്രൂഹി തത് മേ ശിഷ്യഃ തേ അഹം ശാധി മാം ത്വാം പ്രപന്നം. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? അധികാരത്തിലുള്ള ഒരാൾ നല്ലവണ്ണം പഠിച്ച് അതിൻ്റെ സംഗതികളെ മുഴുവൻ മനസ്സിലാക്കി സത്യവും ന്യായവും അറിഞ്ഞ് ചീത്തകളുണ്ടെങ്കിൽ അതിനെ നിഷേധിക്കണം, ചീത്തകളെ ചെയ്യാൻ സമ്മതിക്കരുത്. സത്യം ന്യായം അത് മാത്രമേ ചെയ്യിക്കാവൂ. പുരാണങ്ങളിലെ എല്ലാ കഥാപാത്രങ്ങളും ഏതെങ്കിലും ഒരു ഗുരുക്കന്മാരാൽ നല്ലത് ചെയ്യൂ എന്ന് പറയുന്ന രീതിയിലാണ് കാണാം. അവതാര പുരുഷന്മാർ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ രാജാവിനോട് പറയുക, അങ്ങും ഭരിക്കണം, അങ്ങ് ഭജിക്കണം, അങ്ങ് പ്രജകളെ കൊണ്ട് ഭജിപ്പിക്കണം. അപ്പോൾ ഈ ഒരു ഭാവത്തിൽ നമ്മൾ എത്തണം. അത് ഗുരുക്കന്മാരായാലും നമ്മളായാലും രക്ഷിതാക്കളായാലും അധികാരസ്ഥാനത്തിരിക്കുന്നവരായാലും അത് ചെയ്യാത്തതുകൊണ്ടാണ്. എല്ലാ ദിവസവും ഇന്ന് ഞാൻ എന്ത് ചെയ്തു എന്ന് വിശകലനം ചെയ്യണം വൈകുന്നേരം രാത്രി കിടക്കാൻ നേരത്ത്. അതിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത് പരിഹരിക്കണം. അതിൽ ടാർഗറ്റ് ഇട്ട് അത്ര ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് പിറ്റേ ദിവസം പൂർത്തിയാക്കിയിട്ട് അന്നത്തെ പ്രവൃത്തിയും കൂടിയും പൂർത്തിയാക്കണം. അന്നന്ന് ചെയ്തു തീർക്കേണ്ടത് അന്നന്നേ ചെയ്തു തീർക്കണം. പിന്നേക്ക് വെച്ചാൽ അത് പിന്നെയും ഒന്ന് നീട്ടേണ്ടതായി വരും. അപ്പോൾ വക്താക്കളാകുമല്ല വേണ്ടത്. എങ്ങനെയാണ് വേണ്ടത്? ന്യായാന്യായം ശരിയാണോ, അത് നടക്കുന്നുണ്ടോ, നടപ്പാക്കാൻ സാധിക്കുന്നില്ലേ, എൻ്റെ നീതി അതെല്ലാവരും പാലിക്കണം, അതല്ല ശരി, ലോകഹിതം ആവണം, അതാണ് നീതി. എനിക്കും ലോകത്തിനും അത് ഒരു കാരണവശാലും തെറ്റായിട്ട് ബാധിക്കരുത്, അതാവണം നയം. അപ്പോഴേ ഈ അധികാരം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഭർത്താവ് ഭാര്യയോട്, അച്ഛൻ മക്കളോട്, ഏട്ടൻ അനുജന്മാരോട്, ഇതൊക്കെ പുരാണത്തിൽ നിന്ന് കിട്ടും, ഇതിഹാസത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിനെ പഠിക്കണം. കാമുകൻ കാമുകിയോട് തെറ്റ് ചെയ്യരുത് എന്ന് പറയും, കാമുകി കാമുകനോട് തെറ്റ് ചെയ്യരുത് എന്ന് പറയും. അതാണ് യഥാർത്ഥത്തിലുള്ള കാമുകി കാമുക സങ്കല്പം. ദേഹബോധമൊന്നുമല്ല, അത് തെറ്റിദ്ധരിക്കുക. അത്രയും അടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയാത്തൊരവസ്ഥ, ശമദമം ഇല്ലാത്തൊരവസ്ഥ, അത് യമനിയമങ്ങളെ പാലിക്കാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. 76 നന്മകളുണ്ട്, അല്ലെങ്കിൽ 108 നന്മകളുണ്ട്. ആ നന്മകളെ നമ്മൾ ജീവിതത്തിൽ ശീലമാക്കണം. സത്യം, ദയ, ധർമ്മം തുടങ്ങിയിട്ടുള്ള ഓരോന്നും ശീലമാക്കണം. ധർമ്മത്തിൻ്റെ തന്നെ 4 പാദങ്ങളാണ്: തപസ്, ശുദ്ധി, ദയ, സത്യം. ആ നെഗറ്റീവ് വരാതെ കണ്ട് നോക്കണം. അപ്പോൾ ഇന്ദ്രിയ ജയം കിട്ടും. ആ സമയത്ത് ധർമ്മം എന്താണെന്ന് മനസ്സിലാവും, വിശകലനം ചെയ്യാൻ സാധിക്കും. എല്ലാ പണികളും ചെയ്യാനും പറ്റും. മൗഢ്യം വരില്ല, അലസത വരില്ല, അസൂയ തൊട്ടുള്ളതൊന്നും നമ്മളെ ബാധിക്കില്ല.
അപ്പോൾ ശ്രേയസ് എന്താണോ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അത് എനിക്ക് പറഞ്ഞു തരൂ. ഞാൻ ശിഷ്യനായിട്ട് അങ്ങയുടെ മുമ്പിൽ ഇതാ നിൽക്കണു. അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യത് ശോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത് നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. ഭൂമൗ, ഈ ഭൂമിയിൽ അസപത്നം, ശത്രുക്കളില്ലാത്തതായി തീർന്ന ഒരവസ്ഥ. അസപത്നം അതായത് ചീത്തകൾ ആണ് ശത്രുക്കൾ. അസു ചീത്തകളാണ്. അസപത്നം ഈ ചീത്തകളുടെ പത്നീഭാവം മലയാളീകരിക്കുമ്പോൾ. അപ്പോൾ ശത്രുക്കൾ എന്നുള്ളത് നമ്മുടെ തന്നെ ചീത്ത നെഗറ്റീവ്സാണ്. അത് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ശത്രുക്കൾ ഉണ്ടാവില്ല. അപ്പോൾ ശത്രുതാഭാവം നമുക്കുണ്ടാകുന്നത് നമുക്കിഷ്ടമല്ലാത്ത എന്തോ അവരിൽ നിന്നും വന്നതാണ്. ഈ ഒരു ബോധത്തിൽ നമ്മൾ എത്തിയാലേ ആ ശത്രുഭാവത്തെ ഇല്ലാണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഞാൻ ഇച്ഛിക്കുന്നത് അവരിൽ നിന്നും കിട്ടിയില്ല, ഇതാണ് ശത്രുതയ്ക്ക് കാരണം. കലികാലത്തിൽ അത് കൂടുതലായിട്ട് കാണുകയും ചെയ്യും. തന്നിഷ്ടം, സ്വാർത്ഥം, തൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക അവസ്ഥ, ഇതൊക്കെ സ്വതേ വരും. അപ്പം അതുകൊണ്ട് അത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിനാണ് ഈ ആത്മസംയമനം. അത് യമനിയമം പാലിച്ചാലേ കിട്ടുള്ളൂ, ശമതമം നേടിയാലേ കിട്ടുള്ളൂ. അതിനാണ് കർമ്മയോഗമായിട്ടെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറയണത്. മനസാ വചസ കർമ്മണ. ഇപ്പോൾ ഇവിടെ ഭൂമൗ അസപത്നം, ഈ ഭൂമിയിൽ ശത്രുക്കളില്ലാതെ ആയി തീർന്നതായിട്ടുള്ള ഋദ്ധം, ഈ വളരെയധികം വർദ്ധിച്ചതായിട്ടുള്ള ഓരോന്നും, രാജ്യഭോഗാദികൾ, ഭണ്ഡാര വളർച്ച, ഭൗതിക സമ്പത്ത്, ഐശ്വര്യം, അതിനെ നല്ലവണ്ണം ഉപയോഗിക്കൽ, ശ്രീത്വം, ഇതൊക്കെ ശത്രുക്കളില്ലാതെ ഈ രാജ്യം ഋദ്ധം വളരെയധികം സമ്പൽ സമൃദ്ധമായി. സുരാണാം ആധിപത്യം ച, അഷ്ടദിക്പാലകന്മാരെ തൊട്ടുള്ള ഭഗവാന്റെ, ഹൃഷികേശൻ്റെ, ഈ ഭഗവാൻ വാസുദേവൻ്റെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒക്കെ ആധിപത്യമാണ്. അപ്പോൾ അതിൽ സാത്വികം മാത്രമേ വരൂ. അങ്ങനെ ദേവന്മാരുടെ ഈ ആധിപത്യം അവാപ്യ അഭി, അത് കിട്ടിയാൽ പോലും ഇപ്പം നമ്മൾ ഭഗവാനിൽ നിന്നും ഇങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ഭഗവത്വമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഭഗവാനായിട്ട് മാറും. അപ്പോൾ ഇന്ദ്രപദവി, അതേപോലെ അഷ്ടദിക്പാലകന്മാരുടെ ഇപ്പോൾ കുബേര പദവി, വടക്ക് ദിക്ക് ഭരിക്കാനുള്ള അവകാശവും 8 നിധികൾക്ക് അവകാശിയാണ്. അങ്ങനെ ഒരു പദവി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴും എന്ത് സംഭവിക്കും? ഇന്ദ്രിയങ്ങൾക്ക് കീഴടങ്ങി ജീവിക്കുകയാണ് എങ്കിൽ ഈ പദവിയൊക്കെ നഷ്ടാവും. അഹല്യയെ പ്രാപിച്ചതായിട്ടുള്ള ഇന്ദ്രൻ്റെ അവസ്ഥ വരും. വൃത്രനെ വധിച്ചതായിട്ടുള്ള ബ്രഹ്മഹത്യാ പാപം നേടിയ ആ ഇന്ദ്രൻ 1000 കൊല്ലം തപസ്സായിട്ട് മാനസരത്തിൽ ആ ലക്ഷ്മി ഇരിക്കുന്ന താമരയുടെ താഴെ ആ തണ്ടിൽ ഒളിച്ചിരുന്നു, ആഹാരം പോലും കഴിക്കാതെ കണ്ട്. വലിയ കുഴപ്പം സംഭവിക്കും. ഒരു പാകമില്ല. രാവണനാൽ തോൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള വരുണനെ പോലെ അങ്ങനെ പലരും. അപ്പോൾ ഈ ദേവാധിപത്യം കിട്ടിയിട്ട് ഒരു കാര്യമില്ല, വലിയ രാജ്യം സമൃദ്ധിയായിട്ട് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇന്ദ്രിയങ്ങൾക്ക് അടിപ്പെട്ടാൽ കഴിയുന്നതെങ്കിൽ അതൊക്കെ നഷ്ടമാണ്. ഇന്ദ്രിയാണാം ഉച്ഛോഷണം, ഇന്ദ്രിയങ്ങളെ വാട്ടി വരട്ടുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഉച്ഛോഷണം ചെയ്യുക. അതിനെ പോഷിപ്പിക്കുകയല്ല വേണ്ടത്, അതിനിങ്ങനെ ചുരുക്കി 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 കൊണ്ടുവരിക. ഇന്ദ്രിയ കാമനകളെ മുഴുവൻ വേണ്ടാന്ന് വയ്ക്കുക. മമ ശോകം യത്, ഇങ്ങനെ എൻ്റെ ദുഃഖത്തെ
യാതൊന്നാണോ അപനുദ്യാത് തീരെ ഇല്ലാതെയാക്കുന്നത് തത് അതിനെ ന പ്രപശ്യാമിഹി ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഭഗവാനെ. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് ഉപദേശത്തെ തന്ന് എന്നെ നേരെയാക്കണം. ഭഗവാൻ പറയുന്നത് എന്താ വെച്ചാൽ ഉദ്ധരേത് ആത്മാനെന്നാ. എന്നെ നേരെയാക്കാൻ ഞാൻ മാത്രമേ പറ്റുള്ളൂ. മറ്റൊരാളിൽ നിന്ന് കിട്ടുന്നത് അറിവ് മാത്രമാണ്. ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്. എൻ്റെ വിശപ്പ് മാറണമെങ്കിൽ ഞാൻ ഊണ് കഴിക്കണം. എനിക്ക് ക്ഷീണമുണ്ടെങ്കിൽ, ഉറക്കം വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ വേണം എന്തിനു ചെയ്യാൻ, ഉറങ്ങാൻ. ഞാൻ ചളിയിലൊക്കെ ആകാൻ പുരണ്ട് വന്നിട്ട് വേറൊരാൾ കുളിച്ചാൽ ശുദ്ധാവില്ല. നമ്മളെ ശുദ്ധമാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ കുളിക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ശമതമം നേടാനുള്ള വഴി എന്തോ അതെനിക്ക് പറഞ്ഞു തരണം. അർജുനൻ അറിയാനായിട്ടാണോ അത് പറയണത്? താൽക്കാലികമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഒരു ചഞ്ചലാവസ്ഥ, ഈ ചഞ്ചലാവസ്ഥയെ ഒന്ന് നേരെയാക്കി തരണേ, ഉറപ്പിച്ച് തരണേ, ഇത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അർജുനന് ഈ കാർപ്പണ്യദോഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാം. അർജുനൻ എന്തേ ഉള്ളൂ, മറ്റുള്ളവർക്ക് ഇത് വരുമല്ലോ, അതാണ്. അവർക്ക് ദുഃഖം വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ അതിനെ എങ്ങനെയാണ് ഉണ്ടാക്കുക? ആ ദുഃഖത്തെ മറികടക്കാനുള്ള മാർഗങ്ങളൊക്കെ ചീത്തയായിട്ടാണ്. ആ ചീത്തയാണെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല, അങ്ങനെ ചെയ്യും. അപ്പം ഇങ്ങനെ കൂടുതൽ ദോഷമായിട്ടാണ് വരെ. ആ ദോഷമാണ് അർജുനനെ വല്ലാതെ കണ്ട് ദുഃഖിപ്പിച്ചത്. അത് അവരുടെ വിധിയാണ് എന്ന് സങ്കല്പിക്കാൻ പറ്റണില്ല എനിക്ക്. അതൊന്ന് നേരെയാക്കി തരണേ. ഇങ്ങനെ 8 ശ്ലോകങ്ങളെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ബാക്കിയുള്ള 9ാമത്തെ ശ്ലോകം തൊട്ട് സഞ്ജയൻ പറയുന്നതാണ്, അത് നമുക്ക് കേൾക്കാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ. ഗീതയിലെ 2ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം മുതൽ 8ാമത്തെ ശ്ലോകം വരെ ഇപ്പോൾ പറഞ്ഞു.